4 ദിവസം മുമ്പ് മക്കത്ത് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ട്. 4 ദിവസം മുമ്പ് ബഹ്റൈനിൽ നിന്ന് ഉംറക്ക് പോയ ഒരു മലയാളി കുടുംബം, കൂത്തുപറമ്പുള്ള കുടുംബാണ്. ഒരു മോനുണ്ട്, 10-40 വയസ്സിലേക്ക് എത്തി നോക്കുന്ന ഒരു മോന്. ആ മകനാണ് ഉമ്മാനെയും കൊണ്ടിട്ട് ഉംറ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തവാഫ് കഴിയുന്നു, സഅയ് കഴിയുന്നു. ഹറമിലെ തിരക്കെത്രയാ? മിനിയാന്ന് ഹറമിൽ 35 ലക്ഷം ആൾക്കാരാണ് പങ്കെടുത്തത്. എത്ര ഹറമിലെ തിരക്ക്! ആ ജനബാഹുല്യത്തിൻ്റെ സംഘർഷഭരിതമായ തിരക്കിൻ്റെ ഇടയിൽ ഉമ്മാനെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ഈ പൊന്നുമോന്. തെരഞ്ഞ് അവസാനം തെരഞ്ഞു ഒഴിച്ചു. പോലീസ് തെരഞ്ഞ്, നാട്ടുകാർ തെരഞ്ഞ്, മലയാളികൾ തെരഞ്ഞ്, ഹറമിൻ്റെ അകത്ത് തെരഞ്ഞ്, പുറത്തെ റോഡുകളിൽ തെരഞ്ഞ്. 4 ദിവസമായി ഉമ്മാൻ്റെ തിരോധാനം. ഉമ്മാനെ കിട്ടിയില്ല. അവസാനം ഉമ്മ കയ്യിൽ നിന്ന് പോയി. റിയലി ഷീ ഈസ് മിസ്സിങ് എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സന്നദ്ധ പ്രവർത്തകർ ഉമ്മാൻ്റെ കയ്യും പിടിച്ചിട്ട് ഈ മോൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു നിമിഷം ഒന്ന് വീഡിയോയിൽ കാണണം എൻ്റെ പ്രിയപ്പെട്ടവരെ. 40കാരനായ പൊന്നുമോൻ്റെ അടുക്കലേക്ക് ഉമ്മ തിരിച്ചു വരുന്ന ഒരു വൈകാരികമായൊരു സന്ദർഭമുണ്ട്. ആ മോനിങ്ങനെ വികാരം കൊണ്ടിട്ട് കുട്ടികളെപ്പോലെ പൊട്ടി കരയാൻ. ഉമ്മാനെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമാണ്. ഉമ്മ അപ്പോഴും ഒരു മരവിപ്പിലാണ്, നിർവികാരയാണ് ഉമ്മ. കാരണം ഉമ്മ എന്തോ ഒരു ഫ്രീസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ മകന് വാക്കുകൾ പറഞ്ഞിട്ട് മുഴുമിപ്പിക്കാൻ കഴിയണില്ല. സന്തോഷമുണ്ട്, ഉമ്മ പോയല്ലോ എന്നുള്ള സങ്കടമുണ്ട്, പോയ ഉമ്മാനെ തിരിച്ചു കിട്ടിയതാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇങ്ങനെ പല വൈകാരിക തലങ്ങൾ സംഗമിക്കുന്ന ഒരു വല്ലാത്തൊരു നിമിഷം. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ പലപ്പോഴും അഭിപ്രായം പറയാണ്, ഇങ്ങനത്തെ മക്കളെ പുതിയ തലമുറക്ക് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. കാരണം ഇങ്ങനെ ഒരു മോൻ തന്നെയാണല്ലോ 20 വെട്ട് വെട്ടിയിട്ട് ഉമ്മാനെ കൊന്നത്. ആഷിക്ക് സുബൈദ എന്ന് പറയുന്ന അർബുദ രോഗിയായ ഉമ്മാനെ കൊല്ലുമ്പോൾ ആ ഉമ്മാനെ പറ്റി ആ മോനൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം, അല്ലേ? എൻ്റെ ഉമ്മാൻ്റെ ഭർത്താവ് ഒഴിവാക്കിയതാ, എൻ്റെ ബാപ്പൻ്റെ ഉമ്മാനെ ഒഴിവാക്കിയതാ. അതുകൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് ഞാനാണ് നിൽക്കേണ്ടത് എന്ന് ആ കുട്ടിക്കൊരു തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ, എന്നിട്ട് അയലക്കത്തെ വീട്ടിൽ പോയിട്ട് തേങ്ങ പൊളിക്കാൻ മടവാൾ വേണം എന്ന് ഇവൻ പറയുമ്പോൾ അത് ജനാല തുറന്നിട്ട് ഇവൻ്റെ ഉമ്മ കേൾക്കുന്നുണ്ട്. ആ മടവാൾ ഇവൻ വാങ്ങിക്കൊണ്ടെന്നിട്ട് അതിൻ്റെ മൂർച്ച പരിശോധിക്കണത് ഈ ജനാല തുറന്നിട്ട് കിളിവാതിലിലൂടെ ഉമ്മ കാണുന്നുണ്ട്. അവൻ കല്ലുമലിങ്ങനെ വരുതുമ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ആഷിക്കേ, ഇങ്ങനെ വരുതിയാലൊന്നും കത്തി മൂർച്ച കൂടൂല. നല്ല വെണ്ണക്കല്ല്, നമ്മളെ നാട്ടിൽ പറയും വെള്ളാരങ്കല്ല് പൊടിച്ചിട്ട് അയിമൽ വരുതണം കത്തി, എന്നാലേ മൂർച്ച കിട്ടുള്ളൂ. ആര്? ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴും മകൻ മൂർച്ച കൂട്ടുകയാണ്, അല്ലേ? ആ മൂർച്ച കൂട്ടുന്നത് തൻ്റെ കഴുത്തിൽ വെക്കാനുള്ള കത്തിക്കീടൽ മൂർച്ച പരിശോധിക്കലാണ് എന്ന് നിഷ്കളങ്കയായ മാതാവ് തിരിച്ചറിയുന്നില്ല.